ജനുവരി 30 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ഹൈസിന്ത മാരിസ്കോട്ടി, വിശുദ്ധ അദലൻമൂസ്, വിശുദ്ധ അഗ്രിപ്പിനൂസ്, വിശുദ്ധ അന്തേഗുണ്ട്, വിശുദ്ധ അലക്സാണ്ടർ, വിശുദ്ധ അർമന്താരിയൂസു. വിശുദ്ധ ഹൈസിന്ത മാരിസ്കോട്ടി 1585 1640 കാലഘട്ടത്തിലാണ് വിശുദ്ധ ഹൈസിന്ത മാരിസ്കോട്ടി ജീവിച്ചിരുന്നത്. സെയിന്റ് ഫ്രാൻസിസിന്റെ 3-ാം ക്രമത്തിലെ മതവിശ്വാസിയും സാക്കോണിയുടെ സ്ഥാപകയുമായ ഹൈസിന്ത മാരിസ്കോട്ടി 1585 ഇറ്റലിയിലെ വിറ്റോർബോയ്ക്കടുത്തുള്ള വിഞ്ഞാരല്ലോ എന്ന ഗ്രാമത്തിൽ ഒരു കുലീന കുടുംബത്തിലാണ് ജനിച്ചത്. അവളുടെ മാതാപിതാക്കൾ മാർക്ക് അന്റോണിയോ മാരിസ്കോട്ടിയും ഒട്ടാവിയ ഒർസിനിയും ആയിരുന്നു. ജ്ഞാനസ്നാന സമയത്ത് അവൾക്ക് ക്ലാരിസ് എന്ന പേരാണ് ലഭിച്ചത്. ശിശുപ്രായത്തിൽ ഭക്തയായിരുന്നെങ്കിലും കൗമാരത്തിലേക്ക് കടന്നപ്പോൾ ലൗകിക സുഖങ്ങൾ അവളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു. മാർക്കിസു കസിസുക്കിയുമായി ആലോചിച്ച വിവാഹം നടക്കുകയില്ലെന്ന് കണ്ടപ്പോൾ തൻ്റെ 20-ാമത്തെ വയസ്സിൽ വിത്തോർബയ്ക്ക് അടുത്തുള്ള വിശുദ്ധ ബെർണാഡിൻ്റെ മഠത്തിൽ ചേരാൻ അവൾ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ഹൈസിന്ത വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന പ്രഭു അവൾക്ക് പകരം അവളുടെ അനുജത്തിയാണ് വിവാഹം കഴിച്ചത്. ഇതുമൂലമാണ് വിശുദ്ധ ബെർണഡീൻ്റെ മഠത്തിൽ അവൾ ചേർന്നത്. ഹൈസിന്ത താൻ പഠിച്ച മഠത്തിൽ പിന്നീട് കന്യാസ്ത്രീയായി. ആഡംബര ജീവിതം നിലനിർത്താനും അസൂയ മറയ്ക്കാനുമാണ് താൻ മഠത്തിൽ ചേർന്നതെന്ന് അവൾ പിന്നീട് വെളിപ്പെടുത്തി. 10 വർഷത്തോളം ഹയസിന്ത നല്ല വസ്ത്രങ്ങൾ ധരിച്ചു, രഹസ്യമായി ഭക്ഷണം സൂക്ഷിച്ചു വെച്ച് കഴിച്ചു, അവളുടെ നേർച്ചകൾക്ക് വിരുദ്ധമായി ജീവിച്ചു. ഹൈസിന്തയുടെ സ്വയം വിനാശകരമായ ശീലങ്ങൾ ദൈവത്തിൻ്റെ വിളി പൂർണ്ണമായും സ്വീകരിക്കുന്നതിൽ നിന്ന് അവളെ തടഞ്ഞു. ഒരു ദിവസം അവൾ പെട്ടെന്ന് രോഗബാധിതയായി. ഒരു പുരോഹിതൻ അവളെ ശുശ്രൂഷിക്കുവാൻ വന്നപ്പോൾ വ്യത്യസ്തമായി ജീവിക്കുവാൻ അവളെ ഉപദേശിച്ചു. ഹയാസിന്ത സുഖം പ്രാപിക്കുകയും ആന്തരിക പരിവർത്തനം അനുഭവിക്കുകയും ചെയ്തു. അങ്ങനെ അവൾക്ക് ഇതുവരെയുള്ള തൻ്റെ ജീവിതം സന്യാസിനികൾക്ക് യോജിച്ചതല്ലെന്ന് മനസ്സിലായി. വിശേഷ വസ്ത്രങ്ങളും സാമഗ്രികളും അവൾ ഉപേക്ഷിച്ചു. തൻ്റെ ദുർമാതൃകയ്ക്ക് കൂട്ടുകാരോട് മാപ്പ് ചോദിച്ചു. ശാരീരിക പ്രായശ്ചിത്തങ്ങളും ചെയ്തു തുടങ്ങി. ഉപവാസം, പഴയ കുപ്പായം ധരിക്കുക, നഗ്നപാതയായി നടക്കുക, രോഗികളെ സേവിക്കുക, ഇവയെല്ലാം പ്രായശ്ചിത്ത പ്രവർത്തനങ്ങളായി അവൾ ഏറ്റെടുത്തു. വിറ്റർബോയിൽ പ്ലേഗ് ബാധ വന്നപ്പോൾ രാവും പകലും രോഗികളെ അവൾ ശുശ്രൂഷിച്ചു. ദരിദ്രരുടെയും അഗതികളുടെയും സംരക്ഷണത്തിന് വേണ്ടി 2 ഭക്തസത്യങ്ങൾ അവൾ സ്ഥാപിച്ചു. ലൗകിക ജീവിതത്തിനിടയിലും ഹൈസിന്ത ദൈവമാതൃ ഭക്തിയുള്ളവളായിരുന്നു. മാനസാന്തരത്തിന് ശേഷം ഈ ഭക്തി അത്യധികം വർദ്ധിച്ചു. കാലാന്തരത്തിൽ എല്ലാത്തരം അവസരക്കും അവളുടെ സേവനം ലഭിച്ചു തുടങ്ങി. 1640 ജനുവരി 30-ാം തീയതി അവൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞപ്പോൾ വിത്തോർബ നിവാസികൾ സാന്ത എന്ന് വിളിച്ചു പറഞ്ഞു. 1807 7-ാം പീയൂസ് മാർപ്പാപ്പ വിശുദ്ധ ഹൈസിന്ത മാരിസ്കോട്ടിയെ വിശുദ്ധയെന്ന് പ്രഖ്യാപിച്ചു. വർഷങ്ങൾക്ക് ശേഷമുള്ള അവളുടെ ശവസംസ്കാര ചടങ്ങിൽ അവളുടെ കന്യാസ്ത്രീയുടെ വസ്ത്രം 3 തവണ മാറ്റേണ്ടതായി വന്നു. കാരണം അവളുടെ വിശുദ്ധിയുടെ തിരിശേഷിപ്പായി സൂക്ഷിക്കുവാൻ നിരവധി ആളുകൾ വസ്ത്രങ്ങളുടെ കഷ്ണങ്ങൾ മുറിച്ചു മാറ്റുകയാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. സ്വയം നശിപ്പിക്കുന്ന നമ്മുടെ ശീലങ്ങൾ നമ്മുടെ കഴിവിൽ നിന്ന് നമ്മെ തടയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ സത്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ അവയെ മറികടക്കാനുള്ള ശക്തി ദൈവം നമുക്ക് നൽകുന്നു എന്നതാണ് വിശുദ്ധ ഹൈസിന്ത മാരിസ്കോട്ടിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധയായ ഹൈസിന്ത മാരിസ്കോട്ടിയെ യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ തടസ്സം നിൽക്കുന്ന അസൂയ, കോപം, അത്യാഗ്രഹം, അഹങ്കാരം, പരദൂഷണം എന്നീ ദുർഗണങ്ങളെ അതിജീവിക്കുവാനും അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തന്നെ പൂർണ്ണമായി എടുത്തു മാറ്റുവാനും അങ്ങനെ സാത്താൻ്റെ ശക്തിയെ ജയിക്കുവാനും ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.